ഇത് സാഹിത്യ അക്കാദമി പരിസരത്തുള്ള ഒരു മരമാണ് കേട്ടോ. ഈ മരത്തിൽ കാണുന്ന ഈ മഷ്റൂം ഉണ്ടല്ലോ, ഈ മഷ്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗനഡോർമ വിഭാഗത്തിൽ പെട്ടിട്ടുള്ളതാണ്. റഷി മഷ്റൂം എന്നാണ് ഇത് പറയുക. അതേപോലെ തന്നെ ബ്രാക്കറ്റ് ഫംഗസ്, ഷെൽഫ് ഫംഗസ്, ഈ പറയുന്ന വിഭാഗത്തിൽ പെട്ടിട്ടുള്ള സ്പീഷ്യസ് ആണിത്. റഷി മഷ്റൂം എന്നാണ് ഇതിനെ പറയുക. ഇതിൽ ചിലത് വിഷമുള്ളതും ചിലത് ഔഷധ ഗുണമുള്ളതാണ്. അത് മൈക്രോ ടെസ്റ്റിലൂടെ മാത്രമാണ് ഇത് അറിയുക. ഓക്കെ, അപ്പോൾ ഈ മരം എന്ന് പറയുന്നത് നശിച്ചു തുടങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള മഷ്റൂംസ് മരത്തിൽ കാണപ്പെടുക. അതായത് തളർന്ന മരങ്ങൾ, അതേപോലെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങൾ, ഈ പറയുന്ന മരങ്ങളിലാണ് കാണുക. ഈ ഗനഡോർമ എന്ന് പറയുന്നത് പല വിഭാഗങ്ങളുണ്ട്. ഗനഡോർമ ലൂസിഡം എന്ന് പറയും, ഗനഡോർമ അപ്ലനൻഡം എന്ന് പറയും, അതേപോലെ തന്നെ ഗനഡോർമ ഓസ്ട്രേൽ എന്ന് പറയും. ഈ പറയുന്ന വിഭാഗത്തിൽ പെടുന്നതൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ്. അതേപോലെ തന്നെ വിഷമുള്ളതും ഇതുപോലത്തെ ഉള്ളതിൽ കാണാം. അപ്പൊ ഇങ്ങനെയുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ തേനിൽ ചാലിച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കാപ്പി, അതായത് കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് അതിൽ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കഴിക്കാറ്. അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു ഇതല്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇത് ഔഷധ ഗുണമുള്ളതാണെന്ന് വിചാരിച്ചിട്ട് മൈക്രോസ്കോപ്പ് ടെസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കരുത്. ചിലത് വളരെയധികം വിഷമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയാനുള്ളത് സാഹിത്യ അക്കാദമിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിപ്പോൾ അവിടെ ഒരു മരം വീണിട്ട് ഈ ഷെഡ് പൊളിഞ്ഞതായിട്ട് കാണാം. അപ്പോൾ അതേപോലെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങളിലാണ് ഇതുപോലത്തെ കൂണുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൂണുകളുള്ള മരങ്ങൾ നിങ്ങളുടെ വീട്ടുകളിൽ ഉണ്ടെങ്കിൽ അപ്പോൾ അത് പരമാവധി മുറിച്ചു കളയുക. ഫോറസ്റ്റിൽ അറിയിച്ചിട്ട് മുറിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ഫോറസ്റ്റിൽ അറിയിച്ചുകൊണ്ട് മുറിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ പറയുന്ന മഷ്റൂം നല്ല രീതി ഔഷധ ഗുണം ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത്